Proverbs chapter 16 verse number 7, സദൃശ്യവാക്യങ്ങൾ 16:7. When people's lives please the Lord, even their enemies are at peace with them. Hallelujah. മനുഷ്യരുടെ വഴികൾ ദൈവത്തിന് പ്രീതികരമുള്ളതാകുമ്പോൾ അവരുടെ ശത്രുക്കളിൽ നിന്നും ദൈവം അവർക്ക് സമാധാനം കൊടുക്കും, വലിയ സ്വസ്ഥത കൊടുക്കും. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യരുടെ ജീവിതങ്ങൾ, മനുഷ്യരുടെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ. ഹല്ലേലൂയ. ദൈവവചനം അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്തോത്രം, നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ദൈവം നമുക്ക് ജയം നൽകുന്ന ഒരു വചനമായത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ എല്ലാ വിഷയങ്ങളും സകല കാര്യങ്ങളും യേശുവിന് കീഴടങ്ങുന്നു എന്നുള്ള ഒരു വചനമായത് നമ്മളോട് പറയുന്നത്. സ്തോത്രം. നമ്മുടെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പം നമ്മളുടെ നടപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്തോത്രം ദൈവസന്നിധിയിൽ പ്രീതികരമാകുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമുള്ളതാകുമ്പോൾ ദൈവം എല്ലാത്തിലും നമുക്ക് സ്വസ്ഥത തരുന്നു. ഹല്ലേലൂയ. ഇതൊന്ന് വിളിച്ചു പറഞ്ഞേ, കർത്താവ് എനിക്ക് എല്ലാ വഴികളിലും എനിക്ക് സ്വസ്ഥത തരുന്നു. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് എല്ലാ വഴികളിലും എനിക്ക് സ്വസ്ഥത തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉറപ്പോടെ പറഞ്ഞ്, കർത്താവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ദൈവവചനം പറഞ്ഞു, എൻ്റെ വഴികൾ ദൈവത്തിന് പ്രീതികരം ആകുമ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. യേശു ക്രിസ്തുവിലൂടെ എൻ്റെ എല്ലാ വഴികളും നേരെ ആയിരിക്കുക. ഐ ആം സെറ്റ് റൈറ്റ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവസന്നിധിയിൽ എൻ്റെ വഴികളെല്ലാം നേരെ ആയിരിക്കുക. ഹല്ലേലൂയ. റോമരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 5 verse number 17. For the sin of this one man Adam caused death to rule over many, but even greater is God's wonderful grace and his gift of righteousness. For all who receive it will live in triumph over sin and death through this one man, Jesus Christ. റോമരുടെ ലേഖനം 5:17. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നു, ആദം ചെയ്ത പാപം, ആദം അനുസരണക്കേടിൽ മാനവകുലത്തിന് മൊത്തം പാപം കൊണ്ടുവന്നു, മൊത്തം ശാപം കൊണ്ടുവന്നു. ഹല്ലേലൂയ. മരണം കൊണ്ടുവന്നു. അപ്പം ഒരുവൻ്റെ അനുസരണക്കേട് എല്ലാവർക്കും പാപം കൊണ്ടുവന്നെങ്കിൽ, മരണം കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, ഇപ്പുറത്തെ വശത്ത് ദൈവവചനം പറയുക 5:17 ഇങ്ങനെ പറയുക, ദൈവത്തിൻ്റെ ഗോഡ്സ് വണ്ടർഫുൾ ഗ്രേസ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയോ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നീതിദാനവും. ഹല്ലേലൂയ. നമുക്ക് ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതിദാനം. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാ? ആരൊക്കെ ഇതിനെ യേശുവിനെ സ്വീകരിക്കാൻ റെഡിയാവുന്നോ, ആരൊക്കെ വിശ്വസിക്കുന്നോ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിലൂടെ ഈ നീതിദാനവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും നമുക്ക് ജയജീവിതം നൽകുന്നു. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തു അനുസരണം കാണിച്ചതുമൂലം, ഹല്ലേലൂയ, ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ നീതി ലഭിച്ചു. ഹല്ലേലൂയ. ഇപ്പുറത്ത് ആദത്തിൻ്റെ അനുസരണക്കേട് മനുഷ്യർക്ക് ശാപവും മരണവും കൊണ്ടെന്നെങ്കിൽ, പുതിയ നിയമത്തിൽ വന്നപ്പം യേശു ക്രിസ്തുവിൻ്റെ അനുസരണം മൂലം നമുക്ക് ഓരോരുത്തർക്കും ദാനമായി നീതി ലഭിച്ചു. ഹല്ലേലൂയ. ദാനമായി ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുസരണം കാണിച്ചതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ദേ ഞാനുണ്ട് ഈ മാനവകുലത്തിന് വേണ്ടി മരിക്കാൻ. യേശു ക്രിസ്തു എല്ലാ തുടക്കം തൊട്ട് അവസാനം വരെ മരിക്കുവോളം യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് അനുസരണം കാണിച്ചത് കൊണ്ട്, പാപത്തിനെ എതിർത്തു നിന്നതുകൊണ്ട്, ഒരു വിധത്തിലും പിതാവ് പറയുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും മാറ്റമില്ലാതെ അനുസരണം കാണിച്ച് നിന്നതുകൊണ്ട് വചനം ഉറപ്പ് നമുക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിൻ്റെ അനുസരണം മൂലം എനിക്കും നിങ്ങൾക്കും നീതി ലഭിച്ചു. യേശു ക്രിസ്തുവിൻ്റെ അനുസരണം മൂലം എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ വലിയ
കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഇതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അനുസരണം നമുക്ക് കൃപയും നമുക്ക് നീതിയും ലഭിച്ചത് കൊണ്ട് നമുക്കിന്ന് ജയത്തിൽ ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തു മൂലം പാപത്തിനെയും മരണത്തിനെയും തോപ്പിച്ച് ജയാളിയായി ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. റോമർ 5:15 പറയുന്നു, ബട്ട് ഈവൻ ഗ്രേറ്റർ ഇസ് ഗോഡ്സ് വണ്ടർഫുൾ ഗ്രേസ് ആൻഡ് ഹിസ് ഗിഫ്റ്റ് ഓഫ് forgiveness to many through this other man Jesus Christ. Hallelujah. റോമർ 5:15, Romans 5:15. But even greater is God's wonderful grace and his gift of forgiveness to many through this other man Jesus Christ. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ആദമിന്റെ അനുസരണക്കേട് കാരണം, ഡിസൊബീഡിയൻസ് കാരണം അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലും ഉള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആമേൻ. അപ്പം യേശുക്രിസ്തുവിലൂടെ നമുക്ക് കൃപയും നമുക്ക് പാപമോചനവും ലഭിച്ചു. ദ ഗിഫ്റ്റ് ഓഫ് ഫൊർഗിവ്നെസ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മൂലം പിതാവായ ദൈവം നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നോക്കിക്കേ, പഴയ നിയമത്തിൽ പാപം എല്ലാവരും ചെയ്തു, അല്ലെങ്കിൽ ആദം പാപം ചെയ്തു, അതിലൂടെ എല്ലാവരും പാപം ചെയ്തു, മാനവകുലം മൊത്തം വീണുപോയി, എല്ലാവരും അനുസരണക്കേടിൻ്റെ ആത്മാവിലായി, എല്ലാവർക്കും മരണം വന്നു. പക്ഷേ ഇതേ പുതിയ നിയമത്തിൽ നിന്ന് നിങ്ങളും ഞാനും നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുക, യേശുക്രിസ്തുവിൻ്റെ അനുസരണം മൂലം നമ്മളെല്ലാവരും അനുസരണമുള്ളവരായി. യേശുക്രിസ്തുവിൻ്റെ അനുസരണം മൂലം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പാപമോചനവും ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയും കടന്നു വന്നു. യേശുക്രിസ്തുവിൻ്റെ അനുസരണം മൂലം നമ്മൾ നീതിയുള്ളവരായി തീർന്നു, കുറ്റമില്ലാത്തവരായി തീർന്നു, നമ്മൾ ജയാളികളായി തീർന്നു. ഹല്ലേലൂയ. ഇന്നൊന്ന് പറഞ്ഞേ, എന്നോട് ഞാൻ ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തി, ഐ ആം ഫൊർഗിവൻ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ നീതി ലഭിച്ച വ്യക്തിയാ, ഐ ആം എ റൈച്ചസ് പേഴ്സൺ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചൊന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. ഐ ഹാവ് ഗ്രേസ് ഇൻസൈഡ് മീ, ഐ ഹാവ് ഗോഡ്സ് വണ്ടർഫുൾ ഗ്രേസ്. എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയുള്ളൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ ഒരു ജയാളിയാണ്. അപ്പം പ്രോവേർബ്സ് 16:7 നമ്മളോട് പറഞ്ഞു, മനുഷ്യരുടെ വഴികളിൽ ദൈവം പ്രസാദിക്കുന്നു എങ്കിൽ അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അവന് സമാധാനം കൊടുക്കും. ഹല്ലേലൂയ. അപ്പം എൻ്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമായത് യേശു ക്രിസ്തു ചെയ്ത് ഹല്ലേലൂയ ആ വലിയ സാക്രിഫൈസിലൂടെ, ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ എന്നെ പിതാവായ ദൈവം നോക്കുമ്പോൾ എൻ്റെ വഴികളെല്ലാം നേരെയുള്ളത് ആയി തീർന്നിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് ഞാൻ അടുത്തിരിക്കുക. ഹല്ലേലൂയ. റോമരുടെ ലേഖനം 5:11 പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിയുമായി, ഐ എം എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇതായിരുന്നു ദൈവത്തിൻ്റെ വലിയ പദ്ധതി. റോമൻസ് ചാപ്റ്റർ 5:11. റോമരുടെ 5:11. നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഐ എം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ വചനം പറയുന്നു, വി ഹാവ് ബിക്കം ഫ്രണ്ട്സ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ കൂട്ടുകാരായി തീർന്നു. അപ്പം നമ്മുടെ വഴികൾ ക്രിസ്തു യേശുവിലൂടെ എല്ലാം നേരെയാക്കിയിരിക്കുക. ഞാൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത അവസ്ഥ പോലെ ആയിരിക്കുക. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാൻ യേശുവിലായി തീരുമ്പോൾ ഹല്ലേലൂയ എൻ്റെ സകല പാപവും മോചിച്ചിരിക്കുക. ഹല്ലേലൂയ. എൻ്റെ വഴികളെല്ലാം ദൈവത്തിന് തൃപ്തികരമാണ്, പ്രീതികരമാണ്. അതുകൊണ്ട് എൻ്റെ ചുറ്റിനും നിൽക്കുന്ന സകല ശത്രുക്കളും, രോഗം, ദാരിദ്ര്യം, സാമ്പത്തിക ഞെരുക്കം, അനുസരണക്കേട്, ഇതെല്ലാം മുട്ടുമടങ്ങി കീഴടങ്ങി യേശുക്രിസ്തുവിന് കീഴടങ്ങി മിണ്ടാതായി പോയിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 68 അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. Psalm 68 verse numbers 1, 2 and 3. Psalm 68 verse 1 ഇങ്ങനെ പറയുന്നു, Rise up, O God, and scatter your enemies. Let those who hate God run for their lives. 68.
ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ആമേൻ, സ്തോത്രം. അവൻ ദൈവത്തിനോട് പറയാ, ദൈവം എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുമ്പം അവൻ്റെ ശത്രുക്കളെല്ലാം ചെതറിപ്പോകുന്നു. അവനെ വെറുക്കുന്നവരെല്ലാവരും ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കൊണ്ട് നടക്കുന്നവരാ. ക്രിസ്തുവിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവുമായിട്ട് ഒന്നായി ജീവിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവുമായിട്ട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ലൈഫ് മൊത്തം നമ്മളിങ്ങനെ, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് യേശുവിനെ ഒന്ന് തൃപ്തിയാക്കണം, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ യേശുവിലായി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ യേശുവിനോട് ഭയങ്കര സ്നേഹമായി യേശുവുമായിട്ടുള്ളൊരു ജീവിതമാകുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, യേശുവിനത് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ യേശുവിന് ഇഷ്ടമാകുമോ? ഞാൻ അങ്ങനെ ചെയ്താൽ യേശുവിന് ഇഷ്ടമാകുമോ? ഞാൻ ആ വഴിയെ പോയാൽ യേശുവിന് ഇഷ്ടമാകുമോ? യേശുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അല്ലേ? അപ്പം നമ്മൾ പാപത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുന്ന ആൾക്കാരാണ്. അപ്പം വചനം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ശത്രുക്കളും ചെതറിപ്പോകുന്നു. കാരണം എൻ്റെ ലൈഫിനകത്ത് ദൈവം എഴുന്നേറ്റ് വാഴുമ്പോൾ, യേശു എഴുന്നേറ്റ് വാഴുമ്പോൾ, സ്തോത്രം, എൻ്റെ ചുറ്റിനും നിൽക്കുന്ന പ്രലോഭനങ്ങൾ, എന്നെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന വിഷയങ്ങൾ, എന്നെ പാപത്തിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സംഭവങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം ചെതറിപ്പോകുക. ഈ ഒരു കോൺഫിഡൻസ് എൻ്റെ അകത്തുണ്ടാകണം. യേശു ക്രിസ്തു എൻ്റെ രാജാവായി തീരുമ്പോൾ, യേശു ക്രിസ്തു എൻ്റെ ദൈവമായി തീരുമ്പോൾ, സ്തോത്രം, ഇന്നലെ വരെയും എന്നെ കീഴ്പ്പെടുത്താൻ നിന്ന് എല്ലാ വികാരങ്ങളും, എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും, എല്ലാ പ്രലോഭന സാഹചര്യങ്ങളും അതെല്ലാം ഓടിപ്പോകുക. എന്നുവെച്ചാൽ ഇന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞു. ഞാനിന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശു എൻ്റെ ജീവിതത്തിൽ വാഴുമ്പോൾ ആ വക സാഹചര്യങ്ങൾക്കൊന്നും ഇനിയും ഇടമില്ല. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ വേണ്ടാത്ത വഴികളും, എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളും ചെതറിപ്പോകുക. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ജീവിതത്തിൽ ഇനിയും പാപത്തിന് ഭരിക്കാൻ സ്ഥാനമില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഇനിയും പാപത്തിന് ഇരിക്കാൻ ഇടമില്ല. അല്ല, എനിക്ക് യേശുവിനോടുള്ള സ്നേഹം കാരണം, ഹല്ലേലൂയ, യേശു എൻ്റെ ജീവിതത്തിൽ നമ്പർ 1 ആകുമ്പോൾ, ഹല്ലേലൂയ, സകല ബലഹീനതയും തോപ്പിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. യേശു എനിക്ക് ഉറപ്പ് തരുക. അതിൻ്റെ 3-ാം വാക്യം, Hallelujah. But let the godly rejoice. Psalm 68 verse 3. But let the godly rejoice. Let them be glad in God's presence. Let them be filled with joy. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അവര് ഉല്ലസിക്കും. അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. അപ്പൊ 3 കാര്യങ്ങൾ. അവര് റിജോയ്സ് ചെയ്യും, അവർ ഗ്ലാഡായിരിക്കും, അവർ സന്തോഷിക്കും, അവർ ആനന്ദിക്കും. ഹല്ലേലൂയ. അപ്പം നീതിമാന്മാർക്ക് ഇനിയും ശത്രുവിനെ ഭയക്കണ്ട. നീതിമാന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഗോഡ്ലി, ഹല്ലേലൂയ. എനിക്ക് നീതി ലഭിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാൻ നീതി ലഭിച്ച വ്യക്തിയാണ്. എങ്ങനെ എനിക്ക് നീതി ലഭിച്ച? റോമരുടെ ലേഖനം 5:17 എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയും ദൈവത്തിൻ്റെ നീതിദാനവും എനിക്ക് ക്രിസ്തു യേശുവിലൂടെ എൻ്റേതായി. ഹല്ലേലൂയ. ഞാൻ പാപമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ഞാൻ ആയിത്തീർന്നു. എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ തീർന്നു. എനിക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിച്ചു. ഐ റിസീവ്ഡ് ഗോഡ്സ് ഗ്രേസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ കൃപ, അത്ഭുതകരമായ കൃപ എനിക്ക് ലഭിച്ചു. എന്നെ പാപത്തിൽ നിന്നെടുത്ത് പാപമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടു നിർത്തി. ഇതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാം, ഇതുകൊണ്ട് എനിക്ക് ആനന്ദിക്കാം. 68:3 ഒന്നും കൂടെ നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. നീതിമാന്മാരോ അവര് സന്തോഷിച്ച് ഉല്ലസിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ. അവര് സന്തോഷിച്ച്, അവർ ഉല്ലസിച്ച്, അവരാനന്ദിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ, ഞാൻ സന്തോഷിച്ച്, ഞാൻ ഉല്ലസിച്ച്, ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ. എൻ്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമുള്ളതാ. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ഒരു കൂട്ടുകാരിയാ. ഹല്ലേലൂയ. ദൈവം എല്ലാത്തിൻ്റെയും മേൽ അധികാരം വഹിച്ച് ഇനി എനിക്കൊന്നിനെക്കുറിച്ചും ഭയമില്ല. സ്തോത്രം. ഈ ഒരു ചിന്ത തന്നെ നമ്മളെ സെൽഫ് കോണ്ടംനേഷനിൽ നിന്ന്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ദൈവത്തിന് എന്നോട്
എന്നോട് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് എൻ്റെ വഴികളിൽ എന്നോട് ഇഷ്ടമാണ്. സ്തോത്രം. എല്ലാ വിധത്തിലും കർത്താവിന് എന്നോട് ഇഷ്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൊവേർബ്സ് 17 വചനം ഇങ്ങനെ പറഞ്ഞു ദൈവത്തിനൊരുവനോട് പ്രസാദമുണ്ടായാൽ, ദൈവത്തിനൊരുവൻ്റെ വഴികളെക്കുറിച്ച് പ്രസാദമുണ്ടായാൽ. പ്രൊവേർബ്സ് 16:7 16:7 ഒരുവൻ്റെ ജീവിതത്തിൽ ഒരുവൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് എനിക്ക് ശത്രുക്കളില്ല, എന്നെ ഒന്നിനും എതിർക്കാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ശത്രുക്കളെല്ലാം ഓടിപ്പോകും. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ശത്രുക്കളെല്ലാം ഉരുകിപ്പോകും. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ശത്രുക്കളെല്ലാം പേടിച്ച് വിറച്ച് ഓടിപ്പോകും. എന്താ? ഞാൻ നീതി ലഭിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇനിയും പിശാചിന് എന്നെ നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയാൻ പറ്റത്തില്ല, നീ കൊള്ളത്തില്ല എന്ന് വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ഇന്ന് നമ്മളുടെയൊക്കെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഞാൻ നീതി ലഭിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുയേശുവിൽ നല്ല ഒരു വ്യക്തിയാണ്. ഞാൻ ക്രിസ്തുയേശുവിൽ കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ വലുത്. ഹല്ലേലൂയ. ഇതെന്നെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനായിട്ട് സഹായിക്കും. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തിരിച്ചറിയണം, യേശുവിന് നിങ്ങളോട് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമാണ്. തിരിച്ചറിയണം, ദൈവത്തിൻ്റെ കൂട്ടുകാരാ നമ്മൾ ഓരോരുത്തരും. കർത്താവ് സഹായിക്കട്ടെ. ഈ ഒരു ചിന്ത പലവരെയും അവരുടെ അനീതിയായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരിയാണ്, എൻ്റെ ജീവിതത്തിൽ നന്മയൊന്നും ലഭിക്കാതെ ഞാൻ കൊള്ളത്തില്ല എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാനായിട്ട് സഹായിക്കും. ഹല്ലേലൂയ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന പോലത്തെ പ്രിവിലേജ് ആർക്കും കിട്ടിയിട്ടില്ല. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരു ജയകരമായ ജീവിതം ക്രിസ്തുവിൽ ജീവിക്കുവാൻ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.